PCOD കാരണം പ്രഗ്നൻസി തടസ്സപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എളുപ്പം പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഒരു 6 മന്ത്സിലേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് PCOD ഉള്ള ആൾക്കാർക്ക് എളുപ്പം പ്രഗ്നൻ്റ് ആവാവുന്നതേ ഉള്ളൂ. PCOD ഉള്ള ആൾക്കാരിൽ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും വരുന്നത് ഓവുലേഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അൺഓവുലേറ്ററി സൈക്കിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓവുലേഷൻ മിസ്സാവാനുള്ള സാധ്യതയില്ല. അൺഓവുലേറ്ററി സൈക്കിൾ എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ട്. അതായത് ഓവുലേഷൻ ഇല്ലാതെയും നോർമൽ എല്ലാ മാസവും മെൻസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരിൽ ഓവുലേഷൻ നടക്കാറില്ല. ചില ആൾക്കാരിൽ അങ്ങനെ ഓവുലേഷൻ മിസ്സിങ് ആയിട്ടും കാണാറുണ്ട്. ഇങ്ങനെ നമ്മൾ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പ്രഗ്നൻ്റ് ആവാൻ നോർമലി എന്നുള്ളത് ഒരു മിസ്കൺസെപ്ഷനാണ് PCOD കേസസിൽ. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഒരു 6 മന്ത്സ് ഒരു ഡയറ്റ് ഫോളോ ചെയ്താലോ എക്സസൈസ് ഫോളോ ചെയ്താലോ എന്ത് ചെയ്താലാണ് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുക നോർമലി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 മെയിൻ കാരണങ്ങളാവാം PCODൻ്റെ പുറകിൽ നിങ്ങൾക്ക് PCOD വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. ഒന്ന് ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ സ്ട്രെസ്. ഈ 2 കാര്യത്തിലും ഏതാണ് നിങ്ങൾക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്നുള്ളത് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള പാക്ക്ഡ് ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ ഒരു ലിമിറ്റ് വരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അതിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒന്നാണ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയുന്നത്. അതൊരു 20 to 30 മിനിറ്റ്സോളം ഡെയിലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. തുടക്കത്തിൽ അത്രയും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു 10 മിനിറ്റ്സ് വരെ എങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് ഉറക്കം, വെള്ളം എന്നുള്ളതാണ്. അതായത് നന്നായിട്ട് ഒരു 7 hours എങ്കിലും മിനിമം ഉറങ്ങിയിട്ടുണ്ടാവുക. അത് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലുള്ള കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഇത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കി ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്നതിനും ഒരു കാരണമാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ D നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ D നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സ്ട്രെസ് മാനേജ് ചെയ്യുക. സ്ട്രെസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ ആ സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുക, അത് ക്ലിയർ ഓഫ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. സ്ട്രെസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡിയിൽ സ്ട്രെസ് മാത്രം മതിയാവും ബാക്കി ഹോർമോൺസിനെ ഒക്കെ ഇംബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രെസ് കറക്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് PCOD ബാക്കി രീതിയിൽ അതായത് ഡയറ്റ് ചെയ്തിട്ടും എക്സസൈസ് ചെയ്തിട്ടൊന്നും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ PCOD കേസിന് മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ അതുപോലെ റൊട്ടീനിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് നട്ട്സും സീഡ്സും കറക്റ്റായിട്ട് ഒരു 6 മന്ത്സോളം ഫോളോ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞതുപോലെ ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, അതുപോലെ തന്നെ എള്ള്, സൺഫ്ലവർ സീഡ്, ഈ സീഡുകളും അതുപോലെ തന്നെ നട്ട്സും ഒരു റെഗുലറായിട്ട് ഒരു കറക്റ്റ് ഒരു അളവിൽ 6 മന്ത്സോളം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ റൊട്ടീനിൽ ആഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് എന്തായാലും ഒരു 6 മന്ത്സ് കൊണ്ട് കംപ്ലീറ്റ് സിംറ്റംസ് കുറഞ്ഞു കഴിഞ്ഞ് ഓവുലേഷൻ പ്രോപ്പറായിട്ട് കൺസീവ് ചെയ്യാം.